ഈ കമ്പനി ജോലി ഉണ്ടെന്നും പറഞ്ഞാണ് ഞാൻ ഒരു ചെറുക്കന് വാക്ക് കൊടുത്തേക്കണേ. ഈ ചെറുക്കന് ഇവളും തമ്മിൽ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. ഇവര് ഫോണിലൂടെ അല്ല, ഇപ്പോഴത്തെ കാലം അല്ലേ, എല്ലാരും ഫോൺ വഴി. അപ്പൊ നമുക്ക് അതിൽ പരാതിയില്ലേ. അപ്പൊ ഇന്ന് ഇവര് വെച്ച് കാണാന്ന് പറഞ്ഞേക്ക. കമ്പനി ചെല്ലുമ്പോ ജോലി ഉണ്ടെന്നും പറഞ്ഞ അവിടെ ഇന്റർവ്യൂ ചെല്ലുമ്പോ ഈ വേഷത്തിൽ ചെന്ന് ആർക്കെങ്കിലും ജോലി കൊടുക്കുവോ? അത് മോശമല്ലേ? പിന്നെ അവൻ ചെളി തെറിപ്പിച്ചിട്ട് കൊഞ്ഞനവും കാണിച്ചിട്ട് ഈ ഫ്ലോറിലേക്ക് ഓടിക്കേറി എന്ന് പറഞ്ഞ ഒന്നുമില്ല. അമ്മയുടെ പട്ട് ഹോൾസെയിൽ ആയിട്ട് എന്താ പരിപാടി? എന്താ ഇവിടെ എന്താ ഇവിടെ ഞങ്ങൾ ഷൂട്ട് കാണാൻ വന്നിരിക്കും എല്ലാവരും. നിങ്ങൾ ഇവിടെ കിടന്ന് ഒച്ചമ്പകൾ എടുത്ത് കഴിഞ്ഞാൽ നടക്കണ്ടേ? ഇവിടെ ചൂടാകല്ലേ? ചൂടാവുന്നു. പിന്നെ ഞങ്ങൾ എത്ര നേരം അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട്? മോനെ, നിന്റെ അച്ഛന്റെ പ്രായമുണ്ട് മോനെ നിനക്ക്. എന്താ അല്ല, നിന്റെ അച്ഛന്റെ പ്രായമുണ്ട് എനിക്ക്. അങ്ങനെ എന്നോട് നീ അങ്ങനെ പറയരുത്. എങ്ങനെ പറയുന്നത്? സംഭവം പറഞ്ഞാൽ എന്റെ മോള് ചെറിയൊരു വിഷയത്തിൽ അകപ്പെട്ടു പോയി. എന്താണ് പ്രശ്നം? ഇവനെ തോണ്ടിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഒരുമാതിരി തെമ്മാടത്തരം പറയരുത്. ഞാനല്ല നിന്റെ അച്ഛൻ. അവനാണോ നിന്റെ അച്ഛൻ? അച്ഛൻ എന്റെ അച്ഛൻ അതല്ലച്ചാ. അവനാച്ച എന്നെ ചെളിവെള്ളം തെളിപ്പിച്ചവൻ. അവനാണോ നിന്നെ ചെളിവെള്ളം തെളിപ്പിച്ചവൻ? അപ്പൊ നീ ഇവിടെ വന്ന് കേറിയെന്ന് പറഞ്ഞ ഇവനാണല്ലോ. എവിടെ പോയാ? കൈപ്പാഞ്ഞിന്ന് പോയാ? എന്തേ നീ എവിടം വരെ പോകൂടാ? എവിടം വരെ പോകും നീ? എവിടെ പോവാ? അല്ല, നീ എവിടം വരെ പോകുന്നു പറ. എവിടെ പോവാന്ന്? അല്ല, അവൻ എവിടെ? അങ്ങോട്ട് എന്ന് ചോദിക്കേ. തല്ലും. നിന്നെ തല്ലൂടാ. നേത്രാവതിയും കൂടെ എങ്ങോട്ടാ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുവോ? ട്രെയിൻ പോണ സൗണ്ട് അടിച്ചാ? എവിടൊക്കെയോ? അതാണ് ഞാൻ പറഞ്ഞതാണ്. എന്റെ കുഴപ്പം കൊണ്ടല്ല. ഞാൻ വണ്ടി ഓടിച്ചിരുന്നു. അപ്പൊ ഒരു കുഴിയിൽ വെള്ളം കിടക്കുമ്പോ വെള്ളം സ്വാഭാവികമായിട്ട് വണ്ടി ആടുമ്പോ തെറിക്കും. അത്ര പറ്റുള്ളൂ. അവനെ നീ അത്ര ചെയ്തോളൂ. ഞാൻ അത്ര ചെയ്തോളൂ. എന്റെ മോളുടെ കല്യാണമാണ് മുടങ്ങാൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ കൊഞ്ചം കുത്തി കാണിച്ചു. എങ്ങനെ? ഇങ്ങനെ. അപ്പൊ ഞാനും കാണിച്ചു ഇങ്ങനെ. അത്ര സംഭവമുള്ളത്. ആറ്റുനോറ്റുണ്ടായ ഒരു കുട്ടിയായത്. ആറ്റ് നോക്കിയിരുന്ന വാളയും വരാലിനൊക്കെ കാണാൻ പറ്റുള്ളൂ. കുട്ടി ഉണ്ടാവും. അതാണോ ഞാൻ പറഞ്ഞേ? ആറ്റുനോറ്റുണ്ടായ എന്റെ പെണ്ണാണ് ഉണ്ണി. അങ്ങനെയാണ് ആറ്റുനോറ്റുണ്ടായൊരുണ്ണി. പാട്ടൊക്കെ പാടുവോ? പിന്നെ തോള് കൊടുക്കാതെ എവിടെ പോണു? പാലത്തേക്ക് അച്ഛൻ കണ്ടിന്യൂ. അപ്പൊ മോനെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. നീ അല്ലേ തെറിപ്പിച്ചത്? ഞാൻ തെറിപ്പിച്ചത്. കല്യാണം മുടങ്ങിപ്പോവും. അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇവിടുത്തെ പ്രശ്നം ഉണ്ടാകും. ഞാൻ എന്ത് ആ പ്രശ്നം ഉണ്ടാകും? എന്ത് പ്രശ്നം ഉണ്ടാകുന്നു? ഞാൻ എനിക്കിപ്പോ ഒന്നും പറയാനില്ല. ഞാനിപ്പോ വെള്ളം തെറിപ്പിച്ചു പോയി. അത്രയും സംഭവം. വെള്ളം തെറിപ്പിച്ചാ? അപ്പൊ അവിടെ കല്യാണം മുടങ്ങൂലേ? അതെ. ഞാൻ ഒരാളോട് ഞാൻ ചോദിക്കട്ടെ. ആരോട് ചോദിക്കാം? ഞാൻ എന്റെ അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. അച്ഛനെ വിളിച്ച് ചോദിക്കട്ടെ. ഞാൻ കെട്ടായിരിക്കണ വേണ്ടി. ഹലോ അച്ഛാ. ഹലോ 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 അച്ഛാ. മനു നിന്റെ. ഹലോ അച്ഛാ. അച്ഛോ പറയടാ. ഓളിത്ത് പറ അച്ഛാ. പറയടാ മോനെ. ഞാനൊരു പെൺവിഷയത്തിൽ പെട്ടുകയാണ്. നീ കിടന്ന് ചാടാതെ. അവൻ ഞാനുമായിട്ട് ഒരു കാര്യം സംസാരിച്ചോണ്ട്. ചാടണാ? അല്ല, ഇവളെ നിന്റെ പെണ്ണ് തൂങ്ങുവാ. അവളോട് അയ്യോ തൂങ്ങില്ലെന്ന് പറ. ഞാൻ പറയാന്ന് പറ. അതല്ലെന്ന്. അവള് അച്ഛാ. എന്താ മോനെ? ഞാൻ വണ്ടി ഓടിച്ചു വന്നപ്പോ ഒരു പെണ്ണിന്റെ മേലിൽ ഇച്ചിരി വെള്ളം തെറിച്ചു വീണു. അതാണ് പ്രശ്നം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് വാ. ഞാനൊരു ചെറിയ പ്രശ്നത്തിൽ പെട്ട് നിൽക്കണം. നീ പേടിക്കണ്ട. പിന്നെ ഒരു കാര്യം ചെയ്യും. ഒരു 10-500 രൂപ കൊടുത്തത് ഒതുക്കുക. അത് മതിയല്ലേ? പിന്നെ ഇന്നല്ലാണ്ട്. ഓക്കെ അച്ഛാ. ഓക്കെ, ഞാൻ തിരക്കെന്ന് പറയട്ടെ അവളെ. അച്ഛനെ വിളിച്ചോണോ? എനിക്ക് ഫോൺ തരണ്ടായോ? ഇപ്പൊ നേരിട്ട് കാണാൻ പോകുമല്ലേ? പിന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? ഹലോ, എന്താ എടാ നീ എന്റെ ഇതിന് പരിഹാരം ഉണ്ടാക്കണം. മനസ്സിലായോ? ഞാൻ എന്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞെന്നറിയാമോ? 1000 രൂപ കൊടുത്ത് പ്രശ്നം കണ്ട ഒതുക്കിക്കളാണ് പറഞ്ഞിരിക്കുന്നത്. 1000 രൂപ ഞാൻ അങ്ങോട്ട് തന്നേക്കാം. 1000 രൂപ തന്നേക്കാം. ഞാൻ 1000 രൂപ എനിക്ക് തരുമെന്ന് നീ എനിക്ക് 1000 രൂപ ഞാൻ പോകുന്നത്. ഞാൻ വിചാരിച്ച് എന്നെ കുറിച്ച് അറിയണമെങ്കിൽ നീ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ വന്ന് തിരക്കി നോക്കണം. മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ അവൻ തിരക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഞാൻ നിൽക്കില്ല. എന്നോട് ചോദിച്ചാൽ പറയും. ഞാൻ പറയില്ല. നീ ആരാണ്? അച്ഛാ കിടക്കരുത്. അച്ഛൻ മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടരുത്. ബാബത്തച്ഛാ എന്റെ സ്വഭാവം അറിയാലോ നിനക്കറിയാം. എടാ 5000 രൂപയുടെ ചുരിദാറാണ്. നീ 10000 രൂപ തരാൻ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. ശരിയാക്കി കളഞ്ഞാനെ. ഹലോ അച്ഛാ യു കണ്ടിന്യൂ. ഇതൊക്കെ പെണ്ണാണോ ഇത്? എന്റെ മോളോട് അവൾ അങ്ങനെ സംസാരിക്കുള്ളൂ. ഞാനും ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. അറിയാവാ? ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ഭവ്യതയോടെയാണ് സംസാരിക്കണം എന്നറിയാം. നാക്കൊണ്ടെന്ന് പോലും അറിയാല. നാക്കില്ലേ? അല്ല, നാക്കുണ്ടെന്ന് പോലും. അതുപോലെ ഭയങ്കര ചില നേരത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോ ഇങ്ങനെ വാ തുറക്കില്ല. അറിയാവോ? അത് ശ്രദ്ധിക്കണം. അത് എന്ത്? ഡോക്ടറെ കാണിക്കണം. എന്തിന് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ ഡോക്ടറെ കാണിക്കണം. അല്ലാണ്ട് അതല്ലെന്ന്. വാ തുറത്ത് സംസാരിക്കല്ലെന്നാ പറഞ്ഞത്. ഞാനിപ്പോ വേണേ വിളിച്ചു കാണിച്ചു തരാമല്ലോ അവളെ.
ഹലോ ആ, മോളു എന്തെടുക്കുവാ എന്താ കഴിച്ചത്? പിട്ട് പിട്ടില്ലേ മറ്റേ ആവി കേട്ടിട്ട് ബാക്കി കൂടെ തള്ളുന്നു. ആ പുട്ട് പുട്ട്. ആ ആ. അറിയോ? മിളക് മിളക് എനിക്ക് പണ്ട് കൊല്ലത്ത് മിളകെന്ന് വെച്ചാ മിളക് ചാറ്. മിളക് ചാറ്. വേറെ കറിയൊന്നുമില്ലേ? ഉണ്ടായിരുന്നു. എന്തായിരുന്നു? മൊഷ്ട. കഷ്ടം.